ഹലോ, ഇന്ന് നമുക്ക് കുറച്ച് അടിപൊളിയായിട്ടുള്ള ഡെസ്ക് ഡെക്കേഴ്സ് അല്ലെങ്കിൽ പെൻസിൽ അല്ലെങ്കിൽ പെൻ ഹോൾഡേഴ്സ് നോക്കാം. ഫസ്റ്റ് ഞങ്ങളിപ്പം ഇവിടെ ഇതുപോലെ 2 പേസ്റ്റിൻ്റെ ബോക്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് രണ്ടും കൂടെ ഈ രീതിയിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു കാര്യം, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ അതിനടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, അതിൽ ഓൾ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക, എങ്കിൽ നെക്സ്റ്റ് വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ സ്റ്റിക്ക് ചെയ്തു ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് A4 പേപ്പർ വെച്ച് ഫുള്ളായിട്ട് കവർ ചെയ്ത് സ്റ്റിക്ക് ചെയ്തൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ അതിന് ശേഷം എനിക്ക് തോന്നി കുറച്ചും കൂടെ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് നമുക്ക് കാർഡ്ബോർഡ് പീസ് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാമെന്ന്. അങ്ങനെ 4 സൈഡിലും ഇതുപോലെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കോർണർ സൈഡിലൊക്കെ ഞാനിത് മാസ്കിൻ്റെ അല്ലെങ്കിൽ പേപ്പർ ടൈപ്പ് വെച്ച് ഇതുപോലെ സ്റ്റിക്ക് ചെയ്തും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഫിനിഷിങ്ങിന് വേണ്ടി ചെയ്താണ്, അങ്ങനെ കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മളിതാ ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് ഫുള്ളായിട്ട് കളർ ചെയ്തും കൂടെ കൊടുക്കാം. പിന്നെ ഇതിൻ്റെ അടിഭാഗം ഞാൻ ഒന്നും കവർ ചെയ്തിട്ട് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ പിങ്ക് അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടാണ് ഫുള്ളായിട്ട് ഇത് കളർ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ ഒരു സംഭവം നമ്മളെന്താ പിൻട്രസ്റ്റിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, തെമൂലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഇത് ചെയ്ത് നോക്കിയത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ഫസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പെൻ ഹോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഡെസ്കിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഓർഗനൈസറാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ചായപ്പൊടിൻ്റെ ഒക്കെ ഒരു പാക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കിതാ ഈ ഒരു ഷേപ്പിലൊന്ന് വരച്ചു കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നൈഫും നമ്മുടെ സിസേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത്രയും ഷേപ്പ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഓർഗനൈസറും കൂടെയാണ്. അപ്പോൾ ഫുള്ളായിട്ട് നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഞാൻ ഇപ്പം എന്താ പറയുക നാട്ടിൽ പോവുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രാഫ്റ്റ് വീഡിയോസ് എങ്ങനെയൊക്കെ എനിക്ക് ഇടാൻ പറ്റും എന്നുള്ളത് അറിയില്ല കേട്ടോ. മെയിനായിട്ട് എന്താ വെച്ചാൽ ഞാനൊരു ഫംഗ്ഷനും കൂടിയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോസൊക്കെ സെറ്റ് ചെയ്യാമായിരുന്നു. അപ്പം ഇനി അങ്ങോട്ട് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. വ്ളോഗ്സ്, ചെറിയ മിനി വ്ളോഗ്സൊക്കെ ആയിട്ട് ഞാൻ എന്തായാലും മാക്സിമം തന്നെ ഇടാൻ നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെയാണ്, എൻ്റെ ബ്രദറിൻ്റെ മാരേജ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റേതൊക്കെ ആയിട്ടുള്ള കുറച്ച് ബിസിയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. പിന്നെ ആണെങ്കിൽ ഞാൻ ഈ വെക്കേഷന് പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം ഈയിടെയായിട്ട് നമ്മുടെ ഷോർട്ട് വീഡിയോസിന് പോലും എന്താ പറയുക ഭയങ്കര വ്യൂസൊക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വ്യൂസും അതുപോലെ നിങ്ങളുടെ അടുത്തുള്ള ഒരു സപ്പോർട്ടൊക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് എന്താ പറയുക പിന്നെ വീഡിയോസൊക്കെ ഇങ്ങനെ ചെയ്യാനൊക്കെ തോന്നുക കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് കുറവായതുകൊണ്ട് വീഡിയോ ചെയ്യാനൊക്കെ ഉള്ള എന്താ പറയുക ഒരു മൂഡ് തന്നെ ഇല്ലാത്ത പോലെയാണ് കേട്ടോ. ഇൻഷാ അല്ലാ ഒക്കെ ശരിയാവും, അങ്ങനെ വിചാരിക്കാം അല്ലേ. അപ്പം നമ്മൾ ഈ ഒരു പെൻ ഹോൾഡർ ഫുള്ളായിട്ട് ഇതുപോലെ കളർ ചെയ്ത് ഞാൻ ജസ്റ്റ് അതിൽ ഒരു ബെയറാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം ആ ഒരു ഡിസൈൻ ഇതിൽ വരച്ചു കൊടുക്കുകയാണ്. ഇത് ഞാൻ പിൻട്രസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഡിസൈൻ അതുപോലെ നോക്കിയിട്ടാണ് ഇത് വരച്ചു കൊടുക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, കുറച്ച് നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കുറച്ച് ആൾക്കാർ കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേയൊക്കെ വീഡിയോസ് ഞാൻ ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ചിലതെനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിൽ നിന്ന് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഞാൻ വീഡിയോ ചെയ്യാൻ നോക്കാം. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വെക്കേഷൻ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കുറച്ചൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനിതൊന്ന് നമ്മുടെ പകുതിയായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് ഇതിൽ തിന്നായിട്ടുള്ള നമ്മുടെ ഡബിൾ സൈഡ് ടേപ്പാണ് കേട്ടോ അതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ സ്ട്രോങ് ഗ്ലൂവോ ഒക്കെ യൂസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു വീഡിയോയിൽ ഇങ്ങനെ കണ്ട സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ഇതത്ര എന്താ പറയുക, അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതിലും നല്ല നമ്മൾ കുറച്ച് നല്ല സ്ട്രോങ് ഗ്ലൂ അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഗ്ലൂ ഗണ്ണോ യൂസ് ചെയ്യുന്നതിനാണ് നല്ലത്. അപ്പം അതിലേക്ക് നമ്മളിതാ ഈ ഒരു പോപ്സിക്കിളാണ് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ ഒരു പോപ്സിക്കിൾ തന്നെ ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. ഇനി ഇത് അതുപോലെ ചെറിയൊരു കാർഡ്ബോർഡ് പീസ് റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് തെർമോക്കോളിൻ്റെ ബോൾസ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഐസ്ക്രീം സ്റ്റിക്ക് യൂസ് ചെയ്ത് ഇതുപോലെ ഒരു ഫ്ലവറും ചെയ്തെടുത്തു. ഇനി നമുക്ക് മൊത്തമായിട്ടൊന്ന് കളർ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ടോപ്പ് കമൻറ്ററിൻ്റെ ഗിഫ്റ്റ് ചോദിച്ചിട്ട് ഇപ്പം ഈയിടെയായിട്ട് മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ. എനിക്കറിയാം കുറച്ച് ലേറ്റ് ആയി എന്നുള്ളത്. അപ്പോൾ അതിന് മുമ്പ് നമ്മളെ ടോപ്പ് കമൻറ്ററിൻ്റെ ഗിഫ്റ്റ് അയച്ചിട്ടുള്ളത് അവരുടെ കയ്യിൽ എത്തിയിട്ടില്ല കേട്ടോ. ഈ വീക്ക് എത്തേ ഉള്ളൂ. ഒന്നാമത് ഞാൻ UAE നിന്നാണല്ലോ അയക്കുന്നത്, അതുകൊണ്ടാണ് കുറച്ച് ലാഗിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമ്മുടെ കഴിഞ്ഞ മാസത്തെ ടോപ്പ് കമൻറ്ററിനെ ഞാനിപ്പം നാട്ടിലേക്ക് പോകുന്ന തിരക്കൊക്കെ ആയിട്ടാണ്. അപ്പോൾ നാട്ടിലെത്തിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ആളെ സെലക്ട് ചെയ്യാം. അപ്പോൾ അവരുടെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഫ്ലവർ ഫുള്ള് കളർ ചെയ്തതിന് ശേഷമായിട്ടോ എനിക്ക് കുറച്ചും കൂടെ അതിൽ കുറച്ച് തെർമോക്കോൾ ബോൾസ് ഇടാമെന്ന് വിചാരിച്ചിട്ട് സെൻറ്ററിൽ കുറച്ചും കൂടെ അതിൽ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടെ കളർ ചെയ്തെടുത്തതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് കുറച്ചും കൂടെ ഒരു ഭംഗിയൊക്കെ ഉണ്ടായത് എന്നുള്ളത്. ഇനി നമ്മളിതാ ഈ ഒരു ഫ്ലവർ ഇതിൽ സ്റ്റിക്ക് ചെയ്തും കൂടെ കൊടുത്തു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പെൻ ഹോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അതുപോലെ എന്തെങ്കിലും ഐറ്റംസൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്തൊക്കെ വെക്കാം. അങ്ങനെ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള 3 ഡെസ്ക് ഓർഗനൈസറാണ്. അപ്പോൾ നമുക്കിതുപോലെ മാർക്കേഴ്സോ പെന്നോ പെൻസിലോ ഒക്കെ നമുക്ക് ഡെസ്കിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാം. ഒന്ന് ക്യൂട്ടായിട്ട് തന്നെ എസ്തെറ്റിക് ആയിട്ട് കിടക്കട്ടെ അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. പിന്നെ മറക്കണ്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.